പുതുക്കുറിച്ചിയിൽ പോലീസിന് നേരെ ആക്രമണം. ക്രിമിനൽ കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനെത്തിയ കഠിനംകുളം പോലീസിനെതിരെയാണ് നാട്ടുകാർ ആക്രമിച്ചത്. പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ പ്രതികളെ, ക്രിമിനൽ കേസ് പ്രതികളാണ്, ഇവരെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ നാട്ടുകാരെന്തിനാണ് പ്രതിഷേധം ഉണ്ടാക്കുന്നത്? പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പിന്നീട് ലഭ്യമായോ? അനശ്വര, ഈ രാത്രി 7 മണിയോടുകൂടിയാണ് നമ്മൾ ഈ പറയുന്ന തിരുക്കുറിച്ചി ഭാഗത്ത് ഒരു അടിപിടി ഉണ്ടാകുകയും അത്തരത്തിൽ പോലീസ് ആ വിവരം കിട്ടിയ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. അങ്ങനെ 3 പേരെ അതിക്രൂരമായി 2 പേർ മർദ്ദിക്കുകയാണ്. അങ്ങനെ ഈ 2 പേരെ പിടികൂടാനാണ് പോലീസ് എത്തുന്നത്. ഈ 2 പേർ, ഒരാളുടെ പേര് നബീൻ എന്നാണ്, മറ്റൊരാൾ കൈഫാണ്. അങ്ങനെ ഇവർക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇവരെ പോലീസ് പിടികൂടി കയ്യിൽ വിലങ്ങ് വരെ അണിയിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. അപ്പോഴാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി, വലിയ സമ്മർദ്ദവുമായി പോലീസിൻ്റെ അടുത്തേക്ക് എത്തുകയും ആദ്യഘട്ടത്തിൽ പോലീസിനെ ബന്ദിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ സമയത്ത് പ്രതികൾ രക്ഷപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൂടാതെ വിലങ്ങുമായി പോലും പ്രതികൾ രക്ഷപ്പെട്ടോ എന്ന ചോദ്യവും നമ്മൾ ഉന്നയിക്കുകയാണ്. കാരണം വിലങ്ങ് അണിയിക്കുന്ന ഈ ഘട്ടത്തിലേക്ക് പോലും പോലീസിൻ്റെ കാര്യങ്ങൾ എത്തിയിരുന്നു. അത്തരത്തിൽ നാട്ടുകാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പോലീസിനെതിരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടത്. വീടുകളിൽ നിന്ന് വിറകുകൾ പറക്കി പോലീസിനെതിരെ എറിഞ്ഞ് അത്തരത്തിൽ പോലീസിനെ ഈ അറസ്റ്റ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ സമ്മർദ്ദം നാട്ടുകാർ ചെലുത്തി. കാരണം നബീൻ ആയിക്കോട്ടെ, കൈഫ് ആയിക്കോട്ടെ, ഈ തിരുക്കുറിച്ചി സ്വദേശികളാണ്, അവരുടെ പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിചയമുള്ള ആൾക്കാർ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയതാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ പോലീസിനെ ബന്ദിയാക്കിയ ഘട്ടത്തിൽ പ്രതികൾ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ കൂടുതൽ സേന എത്തുകയും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച്, പുതുക്കുറിച്ചി മേഖലയിൽ റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തു. പിന്നീട് തീരദേശ മേഖലയായതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്തായാലും പ്രതികൾ ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ തിരിച്ച് വ്യാപകമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ വലിയ ആക്രമണമാണ്, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദമാണ് പോലീസിനെ നാട്ടുകാർ ചെലുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ വലുതാണ്. എന്തായാലും തിരിച്ചറിയാനാകുന്ന ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ വലിയ നടപടിക്കുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത.